വെൽക്കം ടു സി കെ മല്ലൂസ്. മൈ സ്ട്രേഞ്ച് ഹീറോ എന്ന ഡ്രാമയുടെ 6ാമത്തെ എപ്പിസോഡിന്റെ തുടക്കത്തിൽ ബോക്സു ഇൻഹോയെ മാറ്റി നിർത്തി, നീ എങ്ങനെ ക്ലാസ്സിൽ വന്നു? നിന്റെ അമ്മയുടെ ഏക പ്രതീക്ഷയല്ലേ IV ക്ലാസ്സിൽ ഇരിക്കേണ്ട നീ എങ്ങനെയാണ് വൈൽഡ് ഫ്ലവർ ക്ലാസ്സിൽ വന്നത്? അവരെന്തിനാണ് നിന്നെ കൊണ്ട് ഗെയിം കളിപ്പിക്കുന്നത് എന്നൊക്കെ ബോക്സു അവനോട് ചോദിക്കുന്നു. ആദ്യം കുറെ കള്ളം പറഞ്ഞ് ഒഴിഞ്ഞു മാറിയെങ്കിലും അവസാനം ഞാനൊരു മണ്ടനാണെന്നും മറ്റു കുട്ടികൾ എന്നെ ഒരു പുഷവറായി കണ്ട് അതെല്ലാം ചെയ്യിക്കുന്നതാണെന്നും അവൻ സമ്മതിക്കുന്നു. അമ്മയോട് നീ കള്ളം പറഞ്ഞത് എന്തിനാണ്? അവളുടെ ആകെയുള്ള പ്രതീക്ഷ നീയല്ലേ എന്ന് ബോക്സ് ചോദിച്ചപ്പോൾ അവൻ മുട്ടിലിരുന്നുകൊണ്ട് അങ്കിൾ വീട്ടിൽ ചെന്ന് അമ്മയോട് ഇതൊന്നും പറയരുതെന്ന് അപേക്ഷിക്കുന്നു. ഇത് ദൂരെ നിന്ന് കണ്ട അവന്റെ ക്ലാസ്സിലെ മറ്റു കുട്ടികൾ ഇൻഹോ ഇതുവരെ നമ്മുടെ മുന്നിൽ ഇതുപോലെ അപേക്ഷിച്ചിട്ടില്ലല്ലോ എന്ന് പറയുന്നു. അവരുടെ ഫസ്റ്റ് നെയിം ഒന്നായതുകൊണ്ട് അവരിനി ഒരേ വീട്ടിലെ ആയിരിക്കുമോ എന്ന് ഒരാൾ സംശയം പ്രകടിപ്പിക്കുന്നു. അതിന് സാധ്യതയില്ല എന്ന് മറ്റുള്ളവർ പറയുന്നുണ്ട്. ക്ലാസ്സിലിരിക്കുമ്പോഴും ബോക്സുവിന്റെ ശ്രദ്ധ ഇൻഹോയെയാണ്. മറ്റു കുട്ടികളെ പോലെ അവനും ഇരുന്ന് ഉറക്കം തൂങ്ങുന്നത് കണ്ട് ബോക്സുവിനാകെ കലി കയറുന്നുണ്ട്. ബ്രേക്ക് ടൈമിൽ ക്ലാസ്സിലെ ഗുണ്ടാസംഘം ഇൻഹോയോട് ബർഗർ വാങ്ങിക്കൊണ്ടുവരാൻ ആവശ്യപ്പെടുന്നു. ഇൻഹോ പോകാനെ എഴുന്നേറ്റപ്പോൾ ബോക്സ് ദേഷ്യത്തിൽ അവനെ ഉറക്കം വിളിച്ചുകൊണ്ട് ചാടി എണീക്കുന്നു. നേരിടാൻ തയ്യാറായി എതിർ സംഘവും എഴുന്നേൽക്കുന്നു. വഴക്കുണ്ടാക്കരുത് എന്ന് ഇൻഹോ ആംഗ്യം കാണിക്കുന്നുണ്ട്. ബോക്സ് സ്വയം നിയന്ത്രിച്ച് ഇൻഹോയേക്കാൾ സ്പീഡിൽ എനിക്ക് ഓടാൻ കഴിയും, ബർഗർ ഞാൻ വാങ്ങിക്കൊണ്ടുവരാമെന്ന് പറഞ്ഞ് അവരുടെ കയ്യിൽ നിന്ന് കാശ് വാങ്ങി ഓടുന്നു. ഒളിമ്പിക്സിൽ ഓട്ടമത്സരത്തിൽ പങ്കെടുക്കുന്ന സ്പിരിറ്റോടെയാണ് ബോക്സ് ഓടുന്നത്. അവന്റെ സ്പീഡ് കാരണം ഓടുന്ന പെൺകുട്ടികളുടെ പാവാടയൊക്കെ കാറ്റടിച്ച് പൊങ്ങുന്നുണ്ട്. ബർഗർ വാങ്ങാൻ ചെന്നപ്പോഴാണ് അടുത്ത പുലിവാല്. കടക്കാരന് ഇംഗ്ലീഷ് മാത്രമേ അറിയുകയുള്ളൂ. ബോക്സിനാണെങ്കിൽ ഇംഗ്ലീഷ് കേൾക്കുന്നത് തന്നെ അലർജിയാണ്. എന്നാലും വിട്ടുകൊടുക്കാൻ തയ്യാറാവാതെ അവൻ ഉടൻ തന്നെ ഗൂഗിൾ ട്രാൻസ്ലേറ്റ് എടുത്ത് കൊറിയൻ ഭാഷയിൽ 3 ബർഗർ വേണം എന്ന് പറഞ്ഞിട്ട് അതിന്റെ ഇംഗ്ലീഷ് കടക്കാരനെ കേൾപ്പിച്ച് ബർഗർ വാങ്ങിക്കുന്നു. തിരികോടുമ്പോൾ ഇന്ത്യയെക്കാട്ടിലും സ്പീഡിൽ എനിക്ക് അവിടെ എത്തണം. എന്റെ കുടുംബത്തിന്റെ ആകെ പ്രതീക്ഷയായ അവനെ മറ്റുള്ളവരിങ്ങനെ തട്ടിക്കളിക്കാൻ വിട്ടുകൊടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് സ്പീഡിലാണ് അവൻ ഓടുന്നത്. സമയം നോക്കിക്കൊണ്ടിരിക്കുന്ന ഗുണ്ടാത്തലവൻ, നീ ഇൻഹോയേക്കാൾ 1 മിനിറ്റ് നേരത്തെയാണ് എത്തിയത്, പക്ഷേ ഇൻഹോ വാങ്ങിക്കൊണ്ട് വരുമ്പോഴാണ് ഇതിന് ടേസ്റ്റ് കൂടുതൽ എന്ന് പറയുന്നു. ബോക്സ് നിയന്ത്രണം വിട്ട് അവനെ അടിക്കാൻ കൈ ഒങ്ങിയെങ്കിലും പെട്ടെന്ന് ബർഗറിന്റെ പാക്കറ്റ് പൊട്ടിച്ച് തന്റെ കളി തീർക്കുന്നു. ഇനി മുതൽ ആർക്ക് സ്നാക്സ് വേണമെങ്കിലും എന്നോട് പറഞ്ഞാൽ മതി, ഞാനിന്ന് മുതൽ സ്നാക്സ് ഷട്ടിൽ ആയിക്കോളാം എന്നവന് പറയുന്നു. ബോക്സ് സ്കൂളിൽ വന്നതോടെ മറ്റ് പ്രശ്നങ്ങൾ ഒരുവിധം കെട്ടടങ്ങിയെന്നും ഇപ്പോൾ സ്കൂളിന് മുന്നിൽ സമരക്കാരാരുമില്ല എന്നും ബോക്സിനെ ഇവിടെ തന്നെ കണ്ടിന്യൂ ചെയ്യിക്കാനാണോ തീരുമാനമെന്നും ഒക്കെ പ്രിൻസിപ്പാൾ സേഹോയോട് ചോദിക്കുന്നുണ്ട്. അവൻ എന്തെങ്കിലും പ്രശ്നമുണ്ടാക്കിയാണെങ്കിൽ അപ്പോൾ അതിനെക്കുറിച്ച് ആലോചിക്കാമെന്നും ഇപ്പോൾ ഇങ്ങനെ തുടരട്ടെ എന്നും സേഹോ പറയുന്നു. ഇൻഹോയെ കൊണ്ട് മറ്റു കുട്ടികൾ ക്ലാസ് തൂത്തുവാരിക്കുന്നത് കാണാൻ ഇടയാകുന്ന ബോക്സുവിന് വീണ്ടും ദേഷ്യം കാട്ടുന്നുണ്ടെങ്കിലും ഇടപെടരുതെന്ന് ഇൻഹോ അവനെ ആംഗ്യം കാണിക്കുന്നു. നീ എന്റെ പ്രതികാരം ചെയ്യാനുള്ള വഴിയിൽ തടസ്സമായി നിൽക്കുകയാണല്ലോ എന്നവൻ ദേഷ്യത്തിൽ പറയുന്നുണ്ട്. ബോക്സിന്റെ ആപ്ലിക്കേഷൻ ഫോമിൽ ഇടയ്ക്ക് പഠനം നിർത്തിപ്പോകാനുള്ള കാരണം എഴുതേണ്ട കോളം കാലിയാക്കിയിട്ടിരിക്കുന്നത് കണ്ട് കുറെ നേരം ആലോചിച്ചതിനു ശേഷം സോജിയോങ് അതിൽ പേഴ്സണൽ റീസൺ എന്ന് എഴുതി ചേർക്കുന്നുണ്ട്. അന്ന് സ്കൂൾ വിട്ടു പോകാൻ നേരം മിസ്റ്റർ പാർക്ക് ബോക്സിനെ പുറകിൽ കൂടി വന്ന് പിടിക്കുന്നു. ആരും ഉപദ്രവിക്കാൻ വന്നാണ് എന്ന് കരുതി അവൻ അദ്ദേഹത്തിന്റെ കൈ പിടിച്ച് തിരിക്കുന്നുണ്ട്. അദ്ദേഹമാണെന്ന് മനസ്സിലായപ്പോൾ പുറകിൽ കൂടി വന്ന് പിടിക്കരുത് എന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ എന്ന് പറഞ്ഞ് അവൻ സോറി പറയുന്നു. അദ്ദേഹം അവനെ ബലമായി ഒരു സ്ഥലത്തേക്ക് പിടിച്ചുകൊണ്ട് പോകുന്നു. ബാറിലേക്കാണ് അവർ പോയത്. സാർ കുട്ടികളെ കുടിക്കാൻ നിർബന്ധിക്കുന്നത് മോശമല്ലേ എന്ന് ഒരുമിച്ചിരുന്ന് കുടിക്കുമ്പോൾ ബോക്സ് ചോദിക്കുന്നുണ്ട്. അവർക്കൊപ്പം ലീജിയോങ്ങും മിഞ്ചിയും എത്തുന്നുണ്ട്. മിഞ്ചി മൂഡ് ഓഫ് ആയിരിക്കുന്നത് കണ്ട് പോകുന്നതിന് മുമ്പ് അവളോട് പറയാതിരുന്നതിന് അവൻ സോറി പറയുന്നു. ബോക്സ് വീണ്ടും പെൺകുട്ടികളുടെ ഇടയിലേക്ക് പോയതിനാൽ എനിക്ക് നല്ല ടെൻഷനുണ്ട്. മിസ്റ്റർ പാർക്കാണ് അവന്റെ ക്ലാസ് ടീച്ചറെങ്കിൽ അവനെ നന്നായി നോക്കിക്കൊള്ളണം, അവൾ സാറിനോട് പറയുന്നു. എനിക്ക് അത്യാവശ്യമായി ബാത്റൂമിൽ പോകണം എന്ന് പറഞ്ഞ് അദ്ദേഹം എഴുന്നേറ്റ് പോകുന്നു. അവർക്കൊരു തുണി പോലും കൊടുക്കാതെ മിഞ്ചി ഒറ്റയ്ക്ക് അത് ഫുള്ളടിച്ചു തീർക്കുന്നു. നീ സ്കൂളിൽ പോകുന്ന കാര്യം എന്നോട് പറഞ്ഞില്ലല്ലോ എന്നും ഇടയ്ക്ക് പറയുന്നുണ്ട്. അവസാനം ഓഫായി അവൾ ദേശപ്പുറത്തേക്ക് വീഴുന്നു. സോജിയോങ് ആണ് ക്ലാസ് ടീച്ചർ എന്ന് ബോക്സു ലീജിയോങ്ങിനോട് പറയുന്നത് കേട്ടവൾ ചാടി എണീക്കുന്നു. എനിക്കും സ്കൂളിൽ പോകണം, അവർ ഒരുമിച്ചൊരു ക്ലാസ്സിൽ ഇരിക്കുന്നത് എനിക്ക് ചിന്തിക്കാൻ പോലും വയ്യ എന്ന് പറഞ്ഞ് കുറേ ബഹളം വെച്ച ശേഷം അവൾ വീണ്ടും ഫ്ലാറ്റ് ആകുന്നു. സോജിയോങ്ങിനെ വീണ്ടും കണ്ടിട്ട് നിനക്ക് എന്ത് തോന്നിയെന്ന് ലീജിയോങ് അവനോട് ചോദിക്കുന്നു. സേഹോയ്ക്ക് ഉറപ്പായും എന്തെങ്കിലും വീക്ക്നെസ് കാണും, എത്രയും പെട്ടെന്ന് ഞാനത് കണ്ടുപിടിക്കും. സോജിയോങ് എന്തുകൊണ്ടാണ് അന്നങ്ങനെ ചെയ്തതെന്നും എനിക്ക് കണ്ടുപിടിക്കണം എന്നവൻ പറയുന്നു. കുറെ നേരം കാത്തിരുന്നിട്ടും മിസ്റ്റർ പാർക്ക് തിരികെ വരാത്തതിനാൽ ബോക്സു അദ്ദേഹം ഇതെവിടെ പോയി എന്ന് തിരക്കുന്നു. ഒരു ബിയർ കഴിച്ചാൽ തന്നെ അദ്ദേഹം ഫിറ്റാകും, ഫിറ്റായാലുടൻ വീട്ടിൽ പോകുമെന്ന് ലീജിയോങ് പറയുന്നു. അതിനാൽ അവർ മടങ്ങുന്നു. അന്ന് രാത്രി അമ്മയ്ക്കൊപ്പം ഭക്ഷണം കഴിക്കാനെത്തുമ്പോൾ മേശപ്പുറത്ത് കൊഞ്ചും മറ്റും ഇരിക്കുന്നത് കണ്ട് സേഹോ ഒരു നിമിഷം ചിന്തിച്ചു നിൽക്കുന്നു. അമ്മ പറഞ്ഞപ്പോൾ അവൻ ഭക്ഷണം കഴിക്കാൻ ഇരിക്കുന്നുണ്ട്. ഒരു കഷ്ണം കൊഞ്ച് അമ്മ അവന്റെ പാത്രത്തിൽ വെച്ചു കൊടുക്കുന്നു. അവനിത് കഴിക്കാതിരിക്കുന്നത് കണ്ട് നീ എന്താണ് കഴിക്കാത്തത് എന്നവർ ചോദിച്ചപ്പോൾ അവൻ അതെടുത്ത് കഴിക്കുന്നു. അവർക്കൊരു കോൾ വന്ന് അവർ എഴുന്നേറ്റ് പോകുന്നതിനാൽ അപ്പോഴേക്ക് സേഹോ ശ്വാസം കിട്ടാതെ വെപ്രാളം പിടിക്കാൻ തുടങ്ങുന്നത് കണ്ട് ഷെഫ് ഓടി അടുത്തേക്ക് ചെല്ലുന്നു. ഇനി മുതൽ ഷെൽഫിഷ് എന്റെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തരുത്, എനിക്കത് അലർജിയാണ് എന്നവൻ പറയുന്നു. സാറിന് അങ്ങനെ അലർജിയൊന്നും ഇല്ല എന്ന് മാഡം പറഞ്ഞതുകൊണ്ടാണ് ഞാൻ തയ്യാറാക്കിയത് എന്ന് അയാൾ അറിയിക്കുന്നു. അമ്മ മറന്നതായിരിക്കും എന്ന് പറഞ്ഞവൻ അകത്തെ മുറിയിൽ പോയി അലർജിയുടെ മരുന്നെടുത്ത് കഴിക്കുന്നുണ്ട്. ബോക്സ് സ്കൂളിൽ നിന്ന് വരുന്നതിന് കാത്ത് വഴി നിൽക്കുകയായിരുന്നു അവന്റെ അമ്മ. അവനെ കണ്ടതും അവന്റെ പേര് വിളിച്ചുകൊണ്ട് അവർ ഓടി അടുത്തേക്ക് ചെല്ലുന്നു. അമ്മയുടെ പതിവില്ലാത്ത രീതി കണ്ട് ബോക്സ് വിവരം തിരക്കിയപ്പോൾ
നിന്റെ ചേച്ചി ഇൻഹോ സ്കൂളിൽ നിന്ന് വരുമ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യാറുണ്ടല്ലോ എന്ന് അവർ പറയുന്നു. അവർ അവന്റെ ബാഗ് കയ്യിൽ വാങ്ങുമ്പോൾ അതിലൊന്നും ഉള്ളതായി തോന്നാത്തതിനാൽ നീ ശരിക്കും സ്കൂളിലേക്ക് തന്നെ പോയതാണോ എന്ന് അവർ ചോദിക്കുന്നുണ്ട്. ഇപ്പോൾ കുട്ടികൾ ബുക്കൊക്കെ സ്കൂളിൽ തന്നെയാണ് വെക്കാറുള്ളത് എന്ന് പറഞ്ഞവൻ തടി തപ്പുന്നു. അകത്തേക്ക് കയറാൻ തുടങ്ങുമ്പോൾ ചേച്ചി വാതിൽക്കലേക്ക് വന്ന് നീ ഇനിയുടെ ക്ലാസ്സിലേക്കൊന്നും പോയി നീ അവന്റെ അമ്മാവനാണെന്ന് അറിയിച്ചേക്കരുത്, അതവന് കുറച്ചിലാണെന്ന് പറയുന്നു. ബോക്സ് ഒന്നും തുറന്നു പറയാൻ കഴിയാത്ത ദേഷ്യത്തിൽ അകത്തേക്ക് കയറിപ്പോകുന്നു. അമ്മ അവൾക്കൊരു അടി കൊടുത്തിട്ട് നിന്റെ കുഞ്ഞ് മാത്രമേ പഠിക്കുന്നുള്ളൂ, എൻ്റെ കുഞ്ഞ് പഠിക്കാൻ നീ സമ്മതിക്കില്ല എന്ന് പറഞ്ഞ് അകത്തേക്ക് പോകുന്നു. ഞാനും അമ്മയുടെ കുഞ്ഞ് തന്നെയാണ് എന്ന് പറഞ്ഞ് അവളും പുറകെ ഓടുന്നുണ്ട്. അന്ന് രാത്രി ഉറങ്ങാൻ കിടന്നപ്പോൾ സോജിയോം താൻ അവളെ ചതിച്ചു എന്ന അർത്ഥത്തിൽ പറഞ്ഞത് എന്തിനെക്കുറിച്ചാണ് എന്ന് ബോക്സ് ചിന്തിക്കുന്നുണ്ടെങ്കിലും അവനൊന്നും പിടികിട്ടുന്നില്ല. സോജിയോങ്ങിനും വന്ന് ഉറങ്ങാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. എന്തൊക്കെയോ ശാരീരിക അസ്വസ്ഥതകൾ തോന്നിയതിനാൽ അവൾ അടുത്ത ദിവസം ഒരു ഡോക്ടറെ പോയി കാണുന്നു. അവൾക്ക് അടുത്ത കാലത്ത് പണം വല്ലതും നഷ്ടപ്പെട്ടിരുന്ന ലക്ഷണങ്ങൾ കേട്ട ശേഷം അവളെ പരിശോധിച്ച് ഡോക്ടർ ചോദിക്കുന്നു. പണം നഷ്ടപ്പെട്ടവർക്കുണ്ടാകുന്ന സ്ട്രെസ്സാണ് ഈ അസ്വസ്ഥതകൾക്ക് കാരണമെന്ന് പറഞ്ഞ് ഡോക്ടർ കുറച്ച് ഗുളികകൾ അവൾക്ക് നൽകുന്നു. ഇത് വെറും വിറ്റാമിൻ ഗുളികകളാണെന്നും അതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു പ്രയോജനമില്ലെന്നും ഈ സ്ട്രെസ് ഉണ്ടാവാൻ ഇടയാക്കിയ കാരണം കണ്ടെത്തി പരിഹരിച്ചാലേ ഗുണമുള്ളൂ എന്നും ഡോക്ടർ അവളെ അറിയിക്കുന്നു. അന്ന് അവൾ ക്ലാസ് എടുത്തുകൊണ്ട് നിൽക്കുമ്പോൾ ഒരു കുട്ടി പോലും പഠിപ്പിക്കുന്ന ഒന്നും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നില്ല. ഇടയ്ക്ക് എന്തെങ്കിലും ചോദ്യം ചോദിച്ചാൽ അവൾ തന്നെ അതിന് ഉത്തരം പറയേണ്ടി വരും. അവസാനം ഞാനിപ്പോൾ പഠിപ്പിച്ചതുപോലെ ഒരു പാട്ടുണ്ടാക്കി പാടാൻ അവൾ കുട്ടികളോട് പറയുന്നു. എക്സ്ട്രാ 5 പോയിന്റ് തരാമെന്ന് പറഞ്ഞിട്ട് പോലും ആരും മൈൻഡ് ചെയ്യുന്നില്ല. അവസാനം ബോക്സ് കൈ ഉയർത്തിയെങ്കിലും അവളത് കാണാത്ത മട്ടിൽ ഒഴിഞ്ഞു മാറാൻ തുടങ്ങിയപ്പോൾ ഞാൻ പാടാമെന്ന് പറഞ്ഞവൻ എഴുന്നേൽക്കുന്നു. എന്നിട്ട് $50,000 ഉൾപ്പെടുത്തി അവളെ ദേഷ്യം പിടിപ്പിക്കാൻ ഒരു പാട്ടുണ്ടാക്കി പാടുന്നു. അവസാനം അവൾ അവനോട് മതിയാക്കാൻ പറയുന്നു. അപ്പോഴേക്കും ബെല്ലടിച്ചതിനാൽ അവൾ പുറത്തേക്ക് ഇറങ്ങുന്ന കൂട്ടത്തിൽ ബോക്സുവിനോടും പുറത്തേക്കൊന്ന് വരാൻ പറയുന്നു. അവൾ അവനെ സ്റ്റെയറിനരികിലേക്ക് മാറ്റി നിർത്തി ഇതിനു വേണ്ടിയാണോ നീ സ്കൂളിലേക്ക് മടങ്ങി വന്നത് എന്ന് ചോദിക്കുന്നു. നിനക്കിത് മാത്രമേ എന്നോട് പറയാനുള്ളൂ എന്നവൻ ചോദിച്ചപ്പോൾ ഞാൻ വേറെന്ത് പറയാനാണ് എന്നവൾ ചോദിക്കുന്നു. നിനക്ക് ഓർമ്മയില്ലെങ്കിൽ ഞാൻ ഓർമ്മിപ്പിക്കാമെന്ന് പറഞ്ഞ് ബോക്സു സ്റ്റെയർ കയറി മുകളിലേക്ക് പോകുന്നു. അവളും പുറകെ ചെല്ലുന്നുണ്ട്. റൂഫ് ടോപ്പിലേക്കുള്ള വാതിൽ പൂട്ടിയിരിക്കുന്നത് കണ്ട് ബോക്സ് നിന്നപ്പോൾ ആ സംഭവത്തിന് ശേഷം സ്കൂൾ അധികൃതർ അത് അടച്ചുപൂട്ടി. നമുക്ക് കൗൺസിലിംഗ് മുറിയിലേക്ക് പോകാം എന്നവൾ പറയുന്നു. എനിക്കത് തുറന്നിരിക്കുകയാണെന്നാണ് തോന്നുന്നത് എന്ന് പറഞ്ഞ് ബോക്സ് മുകളിലേക്ക് തന്നെ നടക്കുന്നു. അവന്റെ കാലുകൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു. പഴയ സംഭവം അവന്റെ ഓർമ്മയിലേക്ക് വരുന്നു. അവളുടെ മനസ്സിലും അത് ഓർമ്മ വരുന്നുണ്ട്. ബോക്സും ധൃതിയിൽ മുകളിലേക്ക് ഓടി കയറുകയാണ്. റൂഫ് ടോപ്പിൽ നിൽപ്പുണ്ടായിരുന്ന സേഹോയെ അവൻ ഓടിച്ചെന്ന് അടിക്കുന്നു. നീ അതെങ്ങനെ അറിഞ്ഞു? നീ എന്തിനാണ് അവളോട് പറഞ്ഞത് എന്നവൻ സേഹോയോട് ചോദിക്കുന്നു. എനിക്ക് അവളെ ഇഷ്ടമല്ല. പഠിക്കുന്ന കാര്യത്തിൽ എന്നെ ഇതുവരെ ആരും തോൽപ്പിച്ചിട്ടില്ല. അവളോട് ഞാൻ വളരെ സോഫ്റ്റായി പെരുമാറാൻ ശ്രമിക്കുകയായിരുന്നു. പക്ഷെ അവൾ എന്നെ എപ്പോഴും അവോയ്ഡ് ചെയ്യുകയാണ് എന്ന് സേഹോ പറയുന്നു. അവൾ എൻ്റെ ഗേൾഫ്രണ്ട് അല്ലടാ എന്ന് ബോക്സ് ചോദിച്ചപ്പോൾ അതിന് എനിക്കെന്താണ് എന്നവൻ തിരിച്ചു ചോദിക്കുന്നു. നിനക്ക് സോജിയോങ്ങിനോട് സോറി തോന്നില്ല എന്ന് ബോക്സ് ചോദിച്ചപ്പോൾ അപ്പോൾ എൻ്റെ കാര്യമോ? നിനക്ക് എന്നോട് സോറി തോന്നില്ല. ഞാനാണ് ഏറ്റവും കൂടുതൽ ദയ അർഹിക്കുന്നത് എന്നാണ് എനിക്ക് തോന്നാറുള്ളത് എന്ന് സേഹോ പറയുന്നു. നിനക്ക് എന്ത് പ്രശ്നമാണുള്ളത് എന്ന് ബോക്സു ചോദിച്ചപ്പോൾ നിനക്കൊന്നും അറിയില്ല എന്ന് സേഹോ പറയുന്നു. ബോക്സു പിന്നെയും അവനെ അടിക്കാൻ കയ്യോങ്ങിയെങ്കിലും അവൻ വേണ്ടെന്ന് വെച്ച് പിന്തിരിയുന്നു. സേഹോ അവനെ പുറകിൽ നിന്ന് വിളിച്ച് എന്നെ ഒന്ന് നോക്കാൻ പറയുന്നു. ബോക്സു തിരിഞ്ഞു നോക്കിയപ്പോൾ പാരപ്പെട്ടിൽ നിന്ന് താഴേക്ക് ചാടാൻ തയ്യാറെടുത്ത് നിൽക്കുന്ന സേഹോയാണ് കാണുന്നത്. ബോക്സു അവനോട് താഴേക്ക് ഇറങ്ങി വരാൻ പറയുന്നുണ്ട്. പക്ഷെ എനിക്ക് ഈ ജീവിതം മടുത്തു, ഞാനിത് അവസാനിപ്പിക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞ് ചാടാൻ തയ്യാറെടുക്കുന്നു. അവസാനം ബോക്സു അവനോട് നിന്റെ ഇഷ്ടം പോലെ എന്താണെന്ന് വെച്ചാൽ ആയിക്കോ എന്ന് പറഞ്ഞ് ബോക്സു തിരിഞ്ഞടക്കുന്നു. സേഹോ അവനോട് അവിടെ നിൽക്കാൻ വിളിച്ചു പറയുന്നു. കുറെ തവണ ആയപ്പോൾ ബോക്സു നിന്നെങ്കിലും അവൻ തിരിഞ്ഞു നോക്കിയപ്പോഴേക്കും സേഹോ താഴേക്ക് ചാടുന്നു. ബോക്സു ഓടി വന്ന് അവനെ പിടിക്കാൻ ശ്രമിക്കുന്നു. അവൻ്റെ ടൈലാണ് അവന് പിടുത്തം കിട്ടിയത്. വേഗം എൻ്റെ കയ്യിൽ പിടിക്കാൻ ബോക്സു പറഞ്ഞെങ്കിലും അവൻ അവൻ്റെ കയ്യിൽ പിടിച്ച് ടൈലെ പിടുത്തം വിടുവിക്കാൻ ശ്രമിച്ചുകൊണ്ട് എന്നെ രക്ഷിക്കണം ബോക്സു എന്ന് ഉറക്കെ വിളിച്ച് പറഞ്ഞ് താഴേക്ക് വീഴുന്നു. ബോക്സു നിലവിളിച്ചുകൊണ്ട് താഴേക്ക് ഇരിക്കുന്നുണ്ട്. അവൻ എഴുന്നേറ്റ് തിരിഞ്ഞു നോക്കിയപ്പോൾ കണ്ടത് വാ പൊത്തിപ്പിടിച്ച് നിന്ന് കരയുന്ന സോജിയോങ്ങിനെയാണ്. ഓർമ്മയിൽ നിന്ന് ഉണർന്ന് ബോക്സു റൂഫ് ടോപ്പിന്റെ വാതിൽ തുറന്ന് അകത്തേക്ക് കയറുന്നു. അവിടെ പഴയതുപോലെ നിൽക്കുന്ന സേഹോയെ അവർ കാണുന്നു. സോജിയോഗം അവർക്ക് പുറകിലെത്തിയിരുന്നു. സേഹോ ബോക്സിനെ കണ്ട് പാരപ്പറ്റിൽ നിന്ന് താഴേക്ക് ഇറങ്ങിക്കൊണ്ട് ഈ സ്ഥലത്തേക്ക് സ്റ്റുഡൻസ് വരാൻ പാടില്ല എന്ന് പറയുന്നു. ബോക്സ് പക്ഷേ അത് കേട്ടതായി ഭാവിക്കാതെ സോജിയോങ്ങിനെ നോക്കി നീ പറഞ്ഞ കള്ളങ്ങൾ കാരണം ഈ സ്ഥലത്ത് വെച്ചാണ് എൻ്റെ ജീവിതം നശിച്ചത് എന്ന് പറയുന്നു. ഞാൻ കള്ളമൊന്നും പറഞ്ഞിട്ടില്ല എന്നവൾ പറയുന്നു. ഞാനും പറഞ്ഞിട്ടില്ല എന്ന് സേഹോ പറയുന്നത് കേട്ട് ബോക്സ് ഉച്ചത്തിൽ ഞാൻ എപ്പോഴാണ് നിന്നെ തള്ളിയിട്ടത്? നീ സൂയിസൈഡ് ചെയ്യാൻ സ്വയം ഇവിടെ വന്നതല്ലേ? ചിലപ്പോഴൊക്കെ നീ എന്തായിരിക്കും അങ്ങനെ ചെയ്തത് എന്ന് എൻ്റെ മണ്ടത്തരം കൊണ്ട് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴില്ല. ഇപ്പോഴെനിക്ക് അതിൻ്റെ കാരണം അറിയാൻ ഒട്ടും ആഗ്രഹമില്ല എന്ന് ബോക്സ് പറയുന്നു. എന്നിട്ട് തിരിഞ്ഞ് സോജിയോങ്ങിനോടായി ഞാൻ അവനെ തള്ളിയിട്ട് കൊല്ലാൻ നോക്കിയതാണെന്ന് നീ ശരിക്കും വിശ്വസിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുന്നു. എന്നെ രക്ഷിക്കണേ എന്ന് സേഹോ യാചിക്കുന്നത് ഞാൻ കേട്ടതാണ് എന്ന് അവൾ പറയുന്നു. ആ സംഭവം നടക്കുമ്പോൾ അവൾ റൂഫ് ടോപ്പിലെ വാതിലിന് പുറകിൽ നിൽപ്പുണ്ടായിരുന്നു. വേറെ ആരും വിശ്വസിച്ചില്ലെങ്കിലും നീ എന്നെ വിശ്വസിക്കണമായിരുന്നു എന്ന് ബോക്സു ഇപ്പോൾ പറഞ്ഞപ്പോൾ ഞാൻ നിന്നെ അങ്ങനെ വിശ്വസിക്കും എന്ന് അവൾ ചോദിക്കുന്നു. ഇതിനെക്കുറിച്ച് സംസാരിക്കേണ്ട എന്ന് പറഞ്ഞവൾ തിരിഞ്ഞടങ്ങുന്നു. എനിക്ക് നിന്നോടുള്ള ഫീലിങ്സിന് നിനക്ക് ഒരു അർത്ഥവുമില്ലായിരുന്നു എന്നവൻ ചോദിച്ചപ്പോൾ സോജിയോങ് വീണ്ടും സ്കൂൾ ഓർമ്മകളിലേക്ക് പോകുന്നു. ക്ലാസ്സിൽ എപ്പോഴും ഒന്നാമതെത്തുന്ന സോജിയോങ്ങിനോട് മറ്റ് പെൺകുട്ടികൾക്ക് അസൂയയാണ്.
അവൾക്ക് മാത്സിന് ഫുൾ മാർക്ക് കിട്ടിയതുകൊണ്ട് നീ വളരെ വില കൂടിയ ട്യൂട്ടറിനെ വെച്ച് പഠിച്ചിട്ടാണോ നിനക്ക് എത്ര മാർക്ക് കിട്ടുന്നത്, എത്ര രൂപയാണ് അയാൾക്ക് ഫീസ് നൽകുന്നത് എന്നൊക്കെ ആ പെൺകുട്ടികൾ അവളോട് ചോദിക്കുന്നു. അവൾ മറുപടി പറയാതെ സ്റ്റാഫ് റൂമിലേക്ക് വിളിപ്പിച്ചിരുന്നു എന്ന് പറഞ്ഞ് എഴുന്നേറ്റ് പോകുന്നു. അവൾ പോയി കഴിഞ്ഞപ്പോൾ അവളുടെ പേരൻസ് പണക്കാരായതിന്റെ അഹങ്കാരമാണ് അവൾക്ക് എന്നൊക്കെ പറഞ്ഞ പെൺകുട്ടികൾ അവളെ കുറ്റപ്പെടുത്തുന്നുണ്ട്. ബോക്സു അത് കേൾക്കുന്നു. അവരെ എതിർക്കാൻ എഴുന്നേൽക്കാൻ തുടങ്ങിയെങ്കിലും ലീ ജിയോങ് അവനെ തടയുന്നു. സ്കൂൾ വിട്ടു പോകുന്ന സോജിയോങ്ങിനെ വീട്ടിൽ കൊണ്ടാക്കാനെന്ന് പറഞ്ഞ് ബോക്സു അവൾക്കൊപ്പം ചെല്ലുന്നു. ആദ്യം എതിർത്തെങ്കിലും കൂടെ ചെല്ലാൻ അവൾ അവനെ അനുവദിക്കുന്നു. ഒരു വലിയ വീടിന്റെ ഗേറ്റിന് മുന്നിലെത്തി അവൾ നിൽക്കുന്നു. നിന്റെ വീട് വളരെ വലുതാണല്ലോ, നിന്നെ ഇങ്ങനെ കൊണ്ടുവിടുമ്പോൾ നമ്മൾ ശരിക്കും ഡേറ്റിലാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് എന്നൊക്കെ അവൻ സന്തോഷത്തോടെ പറയുന്നു. അവനോട് മടങ്ങിപ്പോകാൻ അവൾ പറയുന്നു. പോകുന്നതിന് മുമ്പ് അവൻ ഓടിച്ചെന്ന് ആ ഗേറ്റിലെ കോളിംഗ് ബെൽ അമർത്തുന്നുണ്ട്. എന്നിട്ട് അവൻ യാത്ര പറഞ്ഞ് മുന്നോട്ട് നടക്കുന്നു. എന്തോ മറന്നവൻ തിരിച്ച് അവൾക്കരികിലേക്ക് ചെന്നപ്പോൾ എന്നോട് ക്ഷമിക്കണം, എനിക്ക് വീട് മാറിപ്പോയതാണ് എന്ന് പറഞ്ഞ് സോജിയോങ് ക്ഷമ പറയുകയാണ്. അത് സ്വന്തം വീടാണ് എന്നവൾ കള്ളം പറഞ്ഞതാണെന്ന് അവന് മനസ്സിലാകുന്നു. അവനെ കണ്ട് അവളും ഞെട്ടുന്നുണ്ട്. അവൾ അവിടുന്ന് നടക്കുമ്പോഴും അവൻ പിന്തുടർന്ന് ചെല്ലുന്നു. കുറച്ച് ദൂരം പോയപ്പോൾ എനിക്കൊപ്പം വരരുത് എന്നവൾ തിരിഞ്ഞെന്ന് അവനോട് പറയുന്നു. ഞാൻ നിന്നെ വീട്ടിൽ കൊണ്ടുവിടാൻ വരികയാണ് എന്നവൻ പറഞ്ഞപ്പോൾ ഞാൻ ആരോടും കള്ളം പറഞ്ഞിട്ടില്ല, അവർക്ക് ഇഷ്ടമുള്ള പോലെയൊക്കെ ചിന്തിച്ചു കൂട്ടിയതാണ്, ഞാൻ അവരെ തിരുത്താൻ പോയിട്ടില്ലെന്നേ ഉള്ളൂ എന്നവൾ പറയുന്നു. അവൻ അവളുടെ കയ്യിൽ പിടിച്ച് ആശ്വസിപ്പിച്ചുകൊണ്ട് നീ എവിടെ താമസിച്ചാലും സോജിയോങ് തന്നെയാണ്, അതിന് മാറ്റമൊന്നുമില്ല എന്ന് പറയുന്നു. അവൾക്ക് സമാധാനമാകുന്നുണ്ട്. അവൻ അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് അവളുടെ വീടിന് മുന്നിൽ കൊണ്ടാക്കുന്നു. ഇതാണെന്റെ വീട് എന്നവൾ പറഞ്ഞപ്പോൾ നാളെ മുതൽ ഇനി എന്നും ഞാൻ നിന്നെ കൊണ്ടുവിടാൻ വരാമെന്ന് അവൻ പറയുന്നു. അവളോട് അകത്തേക്ക് പോകാനോ അവൻ പറയുന്നുണ്ട്. ഗേറ്റ് തുറക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായതിനാൽ ചവിട്ടി തുറന്നാണ് അവൾ അകത്തേക്ക് കയറിയത്. ബോക്സ് ചിരിച്ചുകൊണ്ട് യാത്ര പറഞ്ഞു പോകുന്നു. അകത്ത് നിൽക്കുമ്പോൾ പാവങ്ങളായതൊരു തെറ്റല്ലോ, എനിക്ക് നാണക്കേടൊന്നുമില്ല എന്നവൾ സ്വയം പറയുന്നുണ്ട്. അടുത്ത ദിവസം രാവിലെ നോക്കുമ്പോൾ ആരോ ആ ഗേറ്റിന്റെ പിങ്ക് കളർ പെയിന്റ് അടിച്ച് മനോഹരമാക്കിയിരിക്കുന്നു. അത് തുറക്കാനുള്ള ബുദ്ധിമുട്ട് മാറ്റിയിരിക്കുന്നു. ഇത് ചെയ്ത ആരാണെങ്കിലും വളരെ നല്ല കാര്യമാണ് എന്ന് മുത്തശ്ശി പറയുന്നുണ്ട്. ഗേറ്റ് ഇപ്പോൾ സോജിയോങ്ങിനെ പോലെ സുന്ദരമായിട്ടില്ല എന്ന് ബോക്സു അപ്പോൾ അവൾക്ക് മെസ്സേജ് അയച്ച് ചോദിക്കുന്നുണ്ട്. കുറച്ച് മാറി മറിഞ്ഞു നിന്നവൻ അവരെ നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. അവൻ പെയിന്റുമായി നടന്നു പോകുന്നതും കാണിക്കുന്നത് എപ്പിസോഡ് അവസാനിക്കുന്നു. ഏതെങ്കിലും കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാതെ നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ വേഗം തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെല്ലൈക്കൺ കൂടി അമർത്തുക. താങ്ക്സ് ഫോർ വാച്ചിങ്.